ഗൈസ് നമ്മുടെ പുതിയ ട്രിപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്തവണ നമ്മൾ പോകുന്നത് ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ പോകാത്ത 2 സ്റ്റേറ്റും കൂടെ നമ്മൾ ഇത്തവണ കവർ ചെയ്യുന്നുണ്ട്, ഛത്തീസ്ഗഡും ജാർഖണ്ഡും. പിന്നെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ജെൻസായിട്ട് കോ ഡ്രൈവർമാരാരുമില്ല, ഞങ്ങൾ 2 ലേഡി ഡ്രൈവർമാരായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. കഴിഞ്ഞ UP ട്രിപ്പിൽ നമ്മൾ 8 സ്റ്റേറ്റാണ് കവർ ചെയ്തതെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ 12 സ്റ്റേറ്റ് മൊത്തം കവർ ചെയ്യും. പഞ്ചാബിൽ നിന്നും തിരിച്ച് തമിഴ്നാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിനടുത്താണ്. എനിക്കാണ് ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ ഇച്ചിരി പോയിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറാൻ അധികമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയാൽ പിന്നെ കടകളൊക്കെ കുറവല്ലേ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട്. രാവിലെ ടിഫിൻ കഴിക്കാൻ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇഡ്ഡലിയും പൂരിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഇഡ്ഡലി പറയട്ടെ. 2 ഉഴുന്നുവട. ആദ്യം 2 ഉഴുന്നുവട. ആ, സിംഗിൾ ടോക്കൺ എടുത്ത് ഇവിടെ കൊടുക്കണം, അന്നേരം ഇവിടുന്ന് വരുള്ളൂ. എല്ലാം നല്ല നീറ്റാണ് കേട്ടോ. 150. ചായ വേണമെങ്കിൽ അപ്പുറത്തൊന്നും മേടിക്കുന്നു. നമ്മുടെ കാഷ്യർ ഇപ്പം മെയിൻ ഡ്രൈവറാണ്. നീ ഇപ്പോഴേ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തിയാൽ മതിയല്ലോ. അതല്ലേ, രാവിലെ ഒരു മഴക്കോളുണ്ട് കേട്ടോ. ഇന്നലത്തെ മഴയുടെ അങ്ങ് മാറിയിട്ടില്ല. രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് വഴിയിൽ. തിരക്കുണ്ട്, പിന്നെ ഇങ്ങോട്ട് അധികം ചൂടായിട്ടില്ല കേട്ടോ. ആ ഇല്ലില്ല, ചെറിയൊരു തണുപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് ഇതിലും ചൂടായിരുന്നു എനിക്ക് തോന്നുന്നു. മഹാരാഷ്ട്രല്ലോ. ആ, നമ്മളെ നേപ്പാൾ പോകാനായിട്ട് വന്നപ്പോഴേ, അത് മാർച്ച് ലാസ്റ്റ്, ഏപ്രിൽ മാസത്തിലായിരുന്നു. ഇവിടെ വന്നൊരു 5-6 ദിവസം കിടന്നില്ലേ ലോഡില്ലാതെ. എന്നാ ചൂടായിരുന്നു. എല്ലാം ഫ്ലൈ ഓവർ പണി നടക്കുക, അതുകൊണ്ടാണ് ഈ വഴി തിരിച്ചു വിട്ടേക്കുന്നത്. അപ്പം ഇനിയും എനിക്ക് തോന്നുന്നത് ഈ ഫ്ലൈ ഓവർ പണി തീർന്നു കഴിയുമ്പം നേരെ ഫ്ലൈ ഓവറായി കൂടെ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറാം. ORR ടോൾ റോഡ് എന്ന് പറഞ്ഞതാ, ഔട്ടർ റിംഗ് റോഡ്, നെഹ്റു ഔട്ടർ റിംഗ് റോഡ്. ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് ആ വണ്ടി പോകുന്നതിൽ കറങ്ങി അതിൻ്റെ മുകളിലേക്ക് കയറണം. ഹൈദരാബാദ് ടൗണിലേക്ക് ഇത് നേരെ പോകണം. ആ, ലെഫ്റ്റിലേക്ക്. മുംബൈ, ബാംഗ്ലൂർ എല്ലാം ലെഫ്റ്റ്. ഇതല്ല, നോ എൻട്രി ഫോർ 2 വീലർ 3 വീലർ. ട്രാക്ടർ ഒന്നുമില്ല, അങ്ങനെയുള്ള വണ്ടികളൊന്നുമില്ല. എല്ലായിടത്തും ഇങ്ങനെ വട്ടം കറങ്ങി ചെന്ന് കയറിയാൽ മതി. അതെ, ഇവിടെ ടോളിൻ്റെ ഇത് കട്ടാകുകയെന്ന് തോന്നുന്നു. ഓരോ എത്ര യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അടുത്ത് ചെന്ന് നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങുന്നിടത്തായിരിക്കും നമ്മൾ ടോള് കട്ടാകുന്നത്. മുംബൈ, കരീംനഗർ, വാറങ്കൽ ഒക്കെ റൈറ്റിലേക്ക്. നമുക്ക് ഈ റോഡ് ഇങ്ങോട്ട് അതെ അങ്ങനെ ചുറ്റി വന്ന് നമ്മൾ ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറി. 448 ലൈനാണ്. അടിപൊളി റോഡാണ്. നമുക്ക് ഇനി ഔട്ടർ റിംഗ് റോഡിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70-80 കിലോമീറ്റർ ഓടണം മറ്റേ ബാംഗ്ലൂർ റോഡിലേക്ക് കയറാൻ. ശരിക്കും നമ്മൾ വന്ന ഹൈവേ തന്നെ നമുക്ക് പോകേണ്ടത്, NH44 കൂടെ തന്നെയാണ് പോകേണ്ടത്. അതിപ്പം ഹൈദരാബാദ് ടൗണിനകത്തൂടെ ചെന്ന് അപ്പുറം ഇറങ്ങും. അപ്പം നമ്മൾ ഈ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ചെന്ന് 44ലേക്ക് കയറും. അപ്പോഴേ നമ്മൾ രാത്രിയിൽ തെലങ്കാന കയറിയതാ, ഇപ്പോഴും തെലങ്കാനയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. രാത്രി തെലങ്കാന കയറി രാവിലെ ഹൈദരാബാദ് എത്തി. ഇന്നലെയാണ് നമ്മൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ എത്ര സ്റ്റേറ്റിൽ കൂടെ കയറി. ഇതുണ്ട് ഈ ഹൈവേന്ന് ഓരോ എക്സിറ്റ്, ഇതിപ്പോൾ എക്സിറ്റ് 5 മേഡക് റോഡ്, പിന്നെ ഓരോ എക്സിറ്റും ഇതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഒന്നും നോക്കാനില്ല, എല്ലായിടത്തും നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏത് വഴി പോണേലും. എക്സിറ്റ് ആവുന്നതിന് കുറേ ദൂരം മുമ്പേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, സ്പീഡ് ലിമിറ്റ് ഓരോ ലൈനിലും സ്പീഡ് ലിമിറ്റാണ്. നമുക്ക് 80 സ്പീഡ് ലിമിറ്റ്. ഇതല്ലേ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടിയാണല്ലോ അത്. ബാംഗ്ലൂർ NH44 എക്സിറ്റ് 16. അപ്പം നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങി. അണ്ണൻ്റെ പറയാൻ പോയി അണ്ണൻ തമിഴ്നാട്ടിലോട്ടാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എങ്ങോട്ടും ലോഡ് കയറ്റുന്ന ആൾക്കാരാണ്. കിട്ടുന്നിടത്തോട്ട് ലോഡ് എടുത്ത് പോകുന്നവരാ. അപ്പോൾ തമിഴ്നാട് വണ്ടിയാണെന്നും പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ആയിരിക്കണമെന്നൊന്നുമില്ല. മോളിൽ കൂടെ പോന്നു ഔട്ടർ റിംഗ് റോഡ്. നമ്മൾ ഇറങ്ങി താഴെ വന്നു. എന്താണേലും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. NH44 പോകുന്നത്. നമ്മളിവിടുന്ന് നേരെ അതിലേക്ക് കയറും. ഇവിടുന്ന് കുറച്ച് ട്രാഫിക് ആയിരിക്കും കുറേ അപ്പുറം വരെ. അപ്പം നമ്മളെ ഒരു സിഗ്നൽ പോലും ഇല്ലാതെ ഹൈദരാബാദ് ടൗൺ പാസ്സായി ബാംഗ്ലൂർ റോഡിൽ വന്ന് കയറി നമ്മൾ.
ഇവിടെ എത്ര രൂപയാണെന്നറിയാൻ വല്ല മാർഗമുണ്ട്. അവിടെ കണ്ട് ഒത്തിരി ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏത് വഴിയാണ് നമ്മൾ വന്നതെന്ന് നോക്കണം. ആ വഴിയും കൂടെ വന്ന് ഇങ്ങനെ ചേരുന്നോണ്ടേ ഇവിടെ ഇച്ചിരി തിരക്കാം. ഒന്നാം തരം ട്രാഫിക്കാ. പിള്ളേരെ എല്ലാം ഇവിടെ കൊണ്ടുപോകാണല്ലോ. നല്ല ട്രാഫിക്കാണല്ലോ. ഈ രാവിലെ സമയമായിട്ടാന്ന് തോന്നേ. അല്ലെങ്കിൽ ഇത്ര തിരക്ക് ഇവിടെ ഉണ്ടാവുന്നതല്ല. ഇവിടെ ഫ്ലൈ ഓവർ പാലം പണിയുന്നോണ്ടേ ഇവിടെ ഇനി ഒരു ലൈനിൽ കൂടെ വണ്ടി പോകുന്നുള്ളൂ. ഈ ഫ്ലൈ ഓവർ പണി തീരുമ്പോൾ ചിലപ്പോൾ ഇത് നേരെ എന്ന് നമുക്ക് ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറാം. അപ്പം നല്ല സുഖമാവും, ഒട്ടും ട്രാഫിക് ഉണ്ടാവില്ല. വഴിപണിയും കൂടെ നടക്കുന്നോണ്ടാ ഭയങ്കര അതുകൊണ്ടുകൂടെ ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടോ. പാലം പണി തീരുമ്പോൾ ഇതിലേ കയറി പോയാൽ മതി. ഉണ്ടോ, ഇത്രയും ദൂരത്തെ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ വഴി ഫ്രീ ആയില്ലേ. നല്ല തിരക്കല്ലായിരുന്നു, അത്രയും ഭാഗം ഉള്ളായിരുന്നേലും. അതെന്നാ വെച്ചാൽ അത് വണ്ടി അങ്ങനെ പെട്ടെന്ന് ഓടി മാറാതെ നിൽക്കുന്നതുകൊണ്ടാ, ബ്ലോക്കായി നിന്നുകൊണ്ടാ അത്രയും തിരക്ക്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലല്ലോ. അതേ ഒരു വണ്ടി മറിഞ്ഞിലിടിച്ച് ഉറങ്ങിപ്പോയായിരിക്കും കേട്ടോ. ഉണ്ടോ? അയ്യോ ട്രെയിലർ. അതോ ആ മറ്റേ ഇതാ വലിയ കേഡറുകളാണ് അതിൻ്റെ ബാഗിലെ ലോഡ്. അതൊന്ന് ക്യാബിനെ ഇടിച്ചോണ്ടോ. ക്യാബിൻ വരെ പോയിട്ടുണ്ട്. ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ലോഡ് കൊണ്ടുപോകുമ്പോഴാണ് അപകടങ്ങളുണ്ടായി. ഇപ്പം ഇതിങ്ങനെ റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയതായതുകൊണ്ട് അത്രേ പറ്റുള്ളൂ. വേറെ ആയാലും വണ്ടിക്കിട്ടൊക്കെ നമ്മൾ ഇന്നാൾ കണ്ട പോലെ പുറയിലൊക്കെ പോയി ഇരിക്കുകയാണെങ്കിൽ ഈ ലോഡെല്ലാം കൂടെ വന്ന് ക്യാബിനേലൊക്കെ ഇടിക്കും. ക്യാബിനങ്ങ് പോകും. അങ്ങനെ ആ ഡ്രൈവർമാർക്കൊക്കെ കൂടുതലും മരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്നാലും വെയിറ്റ് ഉള്ള സാധനമായിരിക്കും. 10-40 ടൺ സാധനം കാണും. ലോറികൾ ഒരുപാട് കിടപ്പുണ്ടല്ലോ ലോറി ഓഫീസുകളിൽ. ഇതെല്ലാം ലോഡിറക്കി ലോഡിന് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. ലോഡിന് വേണ്ടി കിടക്കുന്ന ലോറികളെ കാണാനുള്ള എവിടെ ചെന്നാലും. അതെ, എല്ലായിടത്തും ഉണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെ. ഈ റോഡ് 6 ലൈൻ ആക്കാനുള്ള പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ 6 ലൈൻ ആക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അതെ അതെ, എത്രയും പെട്ടെന്ന് പണി തീരട്ടെ. അതെ, ഈ 6 ലൈൻ ആക്കിയിട്ട് സർവീസ് റോഡും ഉണ്ട് സൈഡിൽ കേട്ടോ. ഈ വെയിലത്തെ പിക്കപ്പല്ലേ എത്ര പേരാന്ന് നോക്കി. അല്ല പിക്കപ്പല്ലേ പെട്ടി ഓട്ടോറിക്ഷയിലേ. എന്നാ പിന്നെ അതിനൊരു പഴുതായം കൂടെ വലിച്ചു കെട്ടിയായിരുന്നേ വെയിലുള്ള പോകത്തില്ലായിരുന്നു. അതെ, ബാംഗ്ലൂർ 536, കുർണൂൽ 181. റോഡ് ക്രോസ് ചെയ്യാനേ ആർക്കും ക്ഷമയില്ല, നിർത്തി കൊടുക്കാൻ. കണ്ടില്ലേ? എല്ലാവർക്കും ധൃതി. എത്ര വണ്ടിയാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കി. ഇത് നമ്മളിവിടെ നിർത്തി കൊടുത്തത് അതിലെ ബസ്സുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ധൃതിക്കാരാ. ഈ റോഡേ അതൊക്കെ അടിപൊളിയായിട്ട് ടാർ ചെയ്തല്ലോ. അതെ അതെ, ഇന്നാളൊക്കെ വന്നപ്പോൾ മൊത്തം മോശമായിരുന്നു. പാച്ച് വർക്ക് ചെയ്ത് കുന്നും കുഴിയായിട്ട് കിടക്കായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളി ടാറിങ്ങാ. അതെ, വരയും കുറിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി മിക്കവാറും കുറെ കഴിയുമ്പം 6 ലൈൻ ആക്കുമായിരിക്കും. അല്ലേ, അതിന്റെ പണിയല്ലേ പുറകെ നടക്കുന്നുണ്ടല്ലോ. അപ്പുറത്തല്ലേ? ഇങ്ങോട്ടും ആകുമായിരിക്കും. ഓ, എന്നപ്പോ ഈ മരം എല്ലാം വെട്ടിക്കളയും. അതെ, അതാണ്ട് പച്ചക്കറിയാ. അതിനാ പൈപ്പ് വെച്ചേക്കുന്നത്. അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ഏറകത്തേക്ക് കിട്ടാൻ വേണ്ടിട്ടാ തണുത്ത. ആണോ? ആ, അതാണ്ട് പയറോ ഏതാണ്ട് അതുപോലെ എന്തോ. തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഡീസലിന് 98-99 ഒക്കെ വില കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അടിക്കണ്ടല്ലോ. നമുക്ക് അടിക്കണ്ട. നമുക്കിപ്പം കർണാടക കയറുമ്പോൾ 88 രൂപയ്ക്ക് ഡീസൽ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് അടിക്കുന്നത്? അതാ അവിടുന്ന് അവിടെ മഹാരാഷ്ട്രയിൽ 93. മഹാരാഷ്ട്രയിൽ നമ്മൾ അധികം അടിക്കുന്നതല്ലായിരുന്നു. ഇപ്രാവശ്യം മഹാരാഷ്ട്രയിൽ നിന്ന് അടിച്ചത് 93 രൂപ ചില്ലറ. 93-80. 4 പൈപ്പ് ഒറ്റ ലോഡായി ട്രെയിലറായി. ചെറിയ പൈപ്പാ. അതെ, ഇന്നലെ വരെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ കുഴപ്പം തിരക്കായി. ഇത് തിരക്കെന്നാന്നറിയോ? ഇത് ഏതെങ്കിലും ലോറി അവിടെ പതുക്കെ പോകുന്നുണ്ടായിരിക്കും. അതുമല്ല 2 ലൈനിൽ ഇതുണ്ട്. ഈ ആ വണ്ടി ശരിക്കും ഇടത് സൈഡിൽ കൂടെ പോകണ്ട, റൈറ്റ് സൈഡിൽ നിൽക്കുകയല്ല ലോറി, കാർ കൊണ്ടുപോകുന്ന വണ്ടി. അതുകൊണ്ടാ ഈ കാറുകാർക്ക് കയറിയും പോകത്തില്ല. കയറ്റം കയറുന്ന വണ്ടി പതുക്കെ അല്ലേ ലോറി പോവുള്ളൂ. അതുകൊണ്ടാ അങ്ങനെ തിരക്കാൻ നോക്കിടുന്നത്. ചുമ്മാ ഇരിക്കാൻ 2 ഓറഞ്ച് ഒക്കെ പൊളിക്കാൻ. ഞാൻ ചുമ്മാ ഇരിക്കണോ? വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ? ഓറഞ്ച് പൊളിച്ച് 2 കഴിച്ചിട്ട് ഇനി വീഡിയോ എടുക്കാന്ന്. അത് കൈ കാണിച്ചു കണ്ടില്ലായിരുന്നോ? ഇല്ല, 2 പേരും ഇങ്ങനെ കൈ കാണിച്ചു കണ്ടില്ലായിരുന്നോ? അങ്ങനെ 100 വലിച്ചു വിട്ട് പോരുമല്ലായിരുന്നോ? അവരെനിക്കൊന്ന് വണ്ടിക്കാരാന്ന് തോന്നേ. അവിടെ വണ്ടി നിർത്തിയേച്ച് വല്ല കഴിക്കാൻ വല്ലതും പോകാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും. അന്നേരം ആയിരിക്കും വണ്ടി കണ്ടേ. ഇപ്പൊ നവ്യ നായർ പറഞ്ഞ പോലെ അല്ല, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ മാത്രമേ കണ്ടുള്ളൂ. ഇതാണെങ്കിലും വഴി ടാർ ചെയ്തുകൊണ്ട് അടിപൊളിയായി. വണ്ടികൾ ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്ന കാണാൻ നല്ല രസമല്ലേ റോഡെ കൂടെ? അത് ടാർ ചെയ്തോണ്ടാണോ? ടാർ ചെയ്തോണ്ടല്ല, ഇങ്ങനെ വരുന്ന കാണാൻ രസമല്ലേ? ഞാൻ ടാർ ചെയ്ത കാര്യമല്ലേ പറഞ്ഞേ. പിന്നെ ടാറിങ് നല്ലതായതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നും. ടാറിങ് മോശമാണെങ്കിൽ
എങ്ങനെ തോന്നുന്നു? അത്ര വലിയ രസം തോന്നുകയല്ലെന്നല്ലേ? അല്ലെങ്കിൽ ഈ ബാംഗ്ലൂർ വരെ അല്ലെങ്കിൽ ഓടിക്കാൻ വലിയ പാടായിരുന്നു. ഹൈദരാബാദ് ബാംഗ്ലൂർ കുർണൂൽ 158, അനന്തപൂർ 303, ബാംഗ്ലൂർ 512. നമ്മളിപ്പോൾ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NH44 കൂടി. അവിടെ പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. ചെറുവണ്ടികളെല്ലാം പിക്കപ്പും അങ്ങനെയുള്ള വണ്ടികളെല്ലാം കൈ കാണിക്കുന്നുണ്ട്. ഞാനോർത്ത് നമ്മളെയും കൂടെ കൈ കാണിച്ചു. നമ്മളല്ലായിരുന്നു. ഇവിടെ 460 രൂപ കേട്ടോ. വണ്ടിയൊക്കെ ഹൈവേയുടെ സൈഡിലിട്ടിട്ട് ഒരാൾ ചോറുണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഓപ്പോസിറ്റായിട്ട്. അപ്പം ഞാൻ വന്നപ്പോഴത്തേനും ഇവിടെ ചോറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. കൊള്ളാം കേട്ടോ. അല്ല, നിങ്ങളെ രണ്ടുപേരും അഞ്ഞ് അവനെ കയറ്റി പറഞ്ഞാൽ കുറേ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരത്തേനും കഴിച്ചേക്കാണെങ്കിൽ വന്നിട്ട് നിങ്ങളുടെ വീഡിയോ എടുക്കാമല്ലോ, അതുകൊണ്ട് കഴിക്കാന്ന്. ഇപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചിക്കൻ കറിയും മേടിച്ചു, ഒരു ഫിഷ് കറിയും മേടിച്ചു. എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. നല്ല എരിവാ കേട്ടോ. അവന് ചോറ് വേണ്ടായിരുന്നു, എരിവുണ്ടല്ലേ? നല്ല എരിവാ. അവന് റൊട്ടി മതിയായിരുന്നു. ചോറേ ഉള്ളോന്ന്. അതെ, ചോറേ ഉള്ളോന്ന്. വെള്ളക്കുപ്പിയും കൊണ്ട് വരണ്ടിയായിരുന്നു. അതിനാ ഇരിക്കുന്നു. ആ വെള്ളം എടുത്ത് കുടിച്ചോ. കുടിക്കാനുള്ള വെള്ളം വെച്ചേക്കുന്നത്. നല്ല എരിവുണ്ട്, എല്ലാത്തിനും എരിവുണ്ട്. നമ്മുടെ കയറ് ലൂസായിട്ട് പുറവശം കുറച്ച് വെളിയിലേക്ക് തള്ളി. അവിടെ ഒരു ബെൽറ്റ് ഇട്ടുവോ കെട്ടുവോ എന്തെങ്കിലും ചെയ്യണം. ബെൽറ്റ് ഇട്ട് നോക്കാം ആദ്യം. ഇപ്രാവശ്യം അവരെ കൊണ്ട് കെട്ടിക്കാൻ പോയതാണ് ഏറ്റവും പറ്റിയ. അവരുടെ കെട്ട് വളരെ മോശമായിരുന്നു. നമ്മൾ തന്നെ കെട്ടിയിരുന്നെങ്കിൽ ഇതിലും നല്ല അടിപൊളിയായിട്ട് കെട്ടി വെക്കാമായിരുന്നു. ഇതേ എടാ, ഇതാ ചെറിയ കുക്കേടാ. എന്നാന്നറിയോ, ഇപ്പോൾ ഒന്ന് വലിച്ചേ. ചെറിയ കുക്കയിലാണെങ്കിൽ നല്ലപോലെ കിടക്കും. മുകളിലത്തെ കുക്കില്ലേ, അതാ വലിച്ചോ. കയറും കൂടി ഇട്ട് മൂർക്കണം അല്ലേ? കയറും കൂടി ഇട്ട് കെട്ടണമല്ലോ. അതവിടെ കെട്ടണം.